ഹായ് ഓൾ. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഓക്കെ, നമുക്കിന്ന് ഇത്തിരി കുഞ്ഞനായ ഒരു ചെറിയൊരു സുന്ദരനെ പറ്റി കേട്ടാലോ? ആ സുന്ദരന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സുന്ദരനാണ് എള്ള്. അതെ, എള്ളിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല കട്ടിയുള്ള മുടി വേണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അതുപോലെ തന്നെ അകാല നരയായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ ഈ അകാല നരയ്ക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കറുത്ത എള്ളും നെല്ലിക്കയും കൂടെ ചേർത്ത് കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ കഴിക്കുക. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 10 15 അല്ല കേട്ടോ. ഒരു 3 തൊട്ട് 4 മാസം വരെ നിങ്ങൾ കഴിക്കണം. അതുപോലെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഒരുപാട് നല്ലതായിരിക്കും. പിന്നെ എണ്ണകളിൽ ശ്രേഷ്ഠം എന്ന് ആയുർവേദത്തിൽ പറയുന്നത് എന്തിനെ പറ്റിയാണ്? എള്ളെണ്ണയെ പറ്റിയാണ്. എള്ളെണ്ണയിൽ ഇല്ലാത്ത ഗുണങ്ങളൊന്നുമില്ല. കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ നമ്മുടെ വിറ്റാമിൻ ബി കോംപ്ലക്സ്, അതായത് നമ്മുടെ B1 B2 B3 B6 എന്നിത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നതിന്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ് ശരിക്കും പറഞ്ഞ എള്ള്. ഓക്കെ, ഇനി ഈ എള്ള് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതിൽ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എല്ലാരും പറയുന്നതാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് നമ്മുടെ രക്തക്കുഴലുകളിലേക്കുള്ള സഞ്ചാരം കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ജോയിന്റ് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എള്ളെണ്ണ തേച്ച് കുളിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കൂടാതെ പ്രമേഹ രോഗികളും നമ്മൾ എള്ള് ഭക്ഷണത്തിൽ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, പിന്നെ ഇനി അത് മാത്രമൊന്നും അല്ല കേട്ടോ, തൊണ്ടവേദന, പല്ലുവേദന ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. അപ്പൊ പണ്ട് നമ്മളുടെ അടുത്ത് ആയുർവേദത്തിലെ ദിനചര്യയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? എള്ളെണ്ണ കൊണ്ട് നമ്മൾ വായിൽ കവിൾ കൊള്ളുക എന്ന് പറയും. ഇതിനെയാണ് ഗണ്ടൂഷം എന്ന് പറയാം. അപ്പൊ ഇതൊന്ന് വായിലൊന്ന് കവിൾ കൊണ്ട് നോക്കിയേ, നമുക്ക് തൽക്കാലത്തേക്കുള്ള വേദനകളൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പൊക്കെ പറയാറില്ലേ, നമ്മൾ എന്തൊക്കെ വെച്ച് പല്ല് തേച്ചാലും നമുക്ക് പല്ലിനൊരു ബലക്കുറവ്, ബലം തോന്നുന്നില്ല. അപ്പൊ എള്ളെണ്ണയൊന്ന് കുറച്ച് വായിലൊന്ന് കൊണ്ട് അത് കഴിഞ്ഞിട്ട് തുപ്പിക്കളയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി വേറൊന്ന്, തൈറോയിഡ്. ഒരു 10 15 കൊല്ലല്ലേ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ നമ്മൾ ഈ പേര് കേട്ട് തുടങ്ങിയിട്ട്? ഹൈപ്പോ തൈറോയിഡിസം എന്നും ഹൈപ്പർ തൈറോയിഡിസം എന്നും പല പേരില് അല്ലേ? അപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് നമ്മളെ ആര് സഹായിക്കുന്നു? എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അത് മാത്രമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ എല്ലാരും കൊറോണ വന്നതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇമ്മ്യൂണിറ്റി ഇല്ല, ഇമ്മ്യൂണിറ്റി ഇല്ല. ഈ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് കഴിക്കേണ്ട സാധനം എന്താണെന്നറിയോ? ത്രിബലയുടെ കൂടെ എള്ളൂടെ ചേർത്ത് നമ്മൾ കഴിക്കണം. അങ്ങനെ കഴിക്കുവാണെങ്കിൽ നമുക്കത് ഒരുപാട് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം എന്താണ്? നമ്മളൊക്കെ പ്രായമാകുമ്പോഴുള്ള നമ്മുടെ കവിളിന്റെ ഒരു സാഗിങ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ കൊളേജൻ ഫൈബേഴ്സിന്റെ ഒരു ഡീജനറേഷൻ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആരംഭിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കരുത്തുറ്റും നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എള്ളെണ്ണ സഹായിക്കുന്നു. ഇനി നമ്മളുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെ, LDL കൊളസ്ട്രോൾ കൂടിയത് കൊണ്ട് ഒരുപാട് പേര് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. എന്താണ്? കാരണം രക്തക്കുഴലുകൾക്കുള്ള കൊഴുപ്പുകളെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് അതിനും സഹായിക്കുന്നുണ്ട് നമ്മുടെ എള്ള്. അപ്പൊ എള്ള് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ എത്ര ഗ്രാം ഒക്കെ കഴിക്കാൻ പറ്റും അല്ലെ? 5 തൊട്ട് ഒരു 10 ഗ്രാം വരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഒരു 15 ഗ്രാം, അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ നമ്മളത് പൊടിച്ചിട്ട് അതിന്റെ കൂടെ കുറച്ച് ചുക്കും ശർക്കരയും ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിലോ നമ്മുടെ ത്രോട്ട് പ്രോബ്ലത്തിന്, ഈസ്നോഫീലിയ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഓക്കെ, ഇനി എല്ലാരും കൊച്ചുകുട്ടികൾക്ക് പറയുന്ന ഒരു പരാതിയുണ്ട്. എന്താണെന്നറിയോ? ഇവർ ഈ ഒരു പ്രായം കഴിയുമ്പോൾ മര്യാദയ്ക്കുള്ള ഫുഡ് കഴിപ്പ് അങ്ങ് നിർത്തും. നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കഴിക്കുക. അപ്പൊ തന്നെ എന്ത് പറ്റുന്നു എന്ന് വെച്ചാല്, ഒന്ന് അവരുടെ ആർത്തവം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല. എപ്പോഴും നോക്കിയാലും ഒരു ക്ഷീണമായിരിക്കും, ഓർമ്മക്കുറവ് ഉണ്ടാവും. ഓക്കെ, മെമ്മറി പവർ, കോൺസെൻട്രേഷൻ ഇതൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെയും നമുക്ക് എള്ള് ഉപയോഗിക്കാൻ പറ്റും. എള്ളും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് പലഹാരം പോലെ ആക്കി കൊടുക്കാം. എള്ളുണ്ട കഴിക്കുന്നത് നല്ലതാണ്. എള്ള് എന്തായാലും അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിന്റെ സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നു. RBCയുടെ സർക്കുലേഷൻസ് അത് നന്നായിട്ട് കൂട്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് അനീമിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി നല്ലതാണ്. ഓക്കെ, അതുപോലെ ഡെലിവറി, ഇപ്പൊ പ്രഗ്നൻസി ടൈമിലൊക്കെ തന്നെ ആയാലും ഡെലിവറി ടൈമിലൊക്കെ തന്നെ ആയാലും ഓക്കെ, ഇനി ഇതല്ലാതെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ആയാലും നമ്മൾ എള്ള് ചെറുതായിട്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെ? അപ്പൊ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ്? ഫൈബർ അല്ലെങ്കിൽ നാരുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് കുറവാണ്.
അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നാരിന്റെ ഒരു കലവറ കൂടെയാണ് ഈ എള്ള്. അപ്പൊ ഈ എള്ള് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലോ അതിനെ നമുക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ. പിന്നെ മലബന്ധത്തെ മാറ്റുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറെ കൂടെ നമ്മുടെ ഒരു സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഭംഗിയാക്കാൻ നല്ലതാണ്. ഇനി പ്രമേഹം വരുമ്പോഴത്തേക്കും ആദ്യത്തെ സ്റ്റേജ് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ കഫം അല്ലെങ്കിൽ പിത്തത്തിന്റെ സ്റ്റേജ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ വാദത്തിന്റെ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പൊ വാദത്തിന്റെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ എല്ലാവരും എന്താണ് പറയാ, വണ്ണം ഉണ്ടായിരുന്ന പ്രമേഹ രോഗി മെലിഞ്ഞു പോകുന്നതായിട്ട് പലരും പറയാറുണ്ട്. ഓക്കെ. ഇനി ഇത് മാത്രമല്ല, ആർത്രൈറ്റിക് ആയിട്ടുള്ള നമ്മുടെ മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമുക്ക് പരാതി പോലെ പറയാറുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാലേ നമ്മുടെ ശരീരത്തിനകത്ത് കാൽസ്യം, ഫോസ്ഫറസും, മെഗ്നീഷ്യം ഒക്കെ കുറയുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർ എന്ത് പറയും, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, ഓസ്റ്റിയോപോറോസിസ് ആണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ എല്ലാം നമ്മുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എല്ലാം അവർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. മുട്ടുവേദന, നീര ആർത്രൈറ്റിസ് ആയിട്ട് ഒരുപാട് കേസസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരും ഇത് നമ്മൾ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കിഴിക്ക് നമ്മൾ പോവുകയാണെങ്കിലോ ഈ കിഴിയിലും ഈ എള്ള് ചേർക്കുന്നുണ്ട്. കാര്യം ഈ കിഴിയിൽ ഈ എള്ള് ചേർക്കുമ്പോഴത്തേക്കും അതൊരു വേദനാ സംഹാരിയായിട്ട് കൂടെ അത് ആക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ മെനോപോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പീരീഡ് അല്ലെ, നമുക്ക് ശരീരത്തിൽ ഒരുമാതിരി ഹോട്ട് ഫ്ലഷസ് പോലെ തോന്നും. അല്ലെങ്കിൽ ലേഡീസിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഹോർമോൺസിന്റെ ഒരു ലാഡർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ എല്ലുവേദന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് നമ്മൾ എള്ളെണ്ണ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും എള്ളം നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എള്ളെണ്ണയൊക്കെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിക്കില്ലേ, അപ്പൊ അതിന് എള്ളെണ്ണ യൂസ് ചെയ്യാം, കുക്കിങ്ങിന് എള്ളെണ്ണ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുള്ള ഒരാളാണ് നമ്മുടെ എള്ളെണ്ണ. ഇത് മാത്രമൊന്നും അല്ല, എണ്ണയിൽ ഒടുങ്ങാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ തലയിൽ തേക്കുന്ന നമ്മുടെ തൈലങ്ങളൊക്കെ, തലയിൽ തേക്കുന്ന കേരങ്ങളും അതുപോലെ ദേഹത്ത് തേക്കുന്ന തൈലങ്ങളും ഇതിലൊക്കെ നമ്മൾ എള്ളെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പൊ എള്ളെണ്ണ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ സർക്കുലേഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആയി നമ്മുടെ എല്ലിനൊക്കെ ഒരു ബലം വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ പല്ലിനും മുടിക്കും ഉള്ള ബലത്തിനൊക്കെ തന്നെ ആയാലും എള്ള് നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്താം. ഓക്കെ. ഇനി ഇത് മാത്രമല്ല, എണ്ണയാൽ ഒടുങ്ങാത്ത ഒരുപാട് 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 ഗുണങ്ങളുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ശരി, ബൈ.